ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് മിമി കോയിനുകളുടെ കുറച്ച് ഹൈപ്പൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് അനാലിസിസ് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ലാതെ ഞാൻ ആദ്യമേ പറയാണ്. അപ്പോൾ നമ്മുടെ ബെൻഡർ ബബിൾസിൽ ഇതിനെക്കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡെയിലി ടാസ്ക് പോലെ നമുക്കിതിൽ കോയിൻസ് നോക്കിയിട്ട് ഒരു പോസിബിലിറ്റീസ് ഉള്ളതാണ്. ബൈ ചെയ്തിട്ട് ഒരു മിനിമം 50% നമുക്കിത് എടുത്താലാണ് മുതലാവുള്ളൂ. 50%, 100% എടുക്കാം. പക്ഷേ 50% ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും സൂക്ഷിക്കണം. മിമി കോയിനാണ്, നമുക്ക് വലിയ യൂസ് കേസുകളൊന്നും ഇല്ലാത്ത ടൈപ്പ് കോയിനുകളാണ്. അപ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അപ്പോൾ ചെറിയ എമൗണ്ട്, ഞാനൊക്കെ $5 വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യാറ്. $5 വയ്ക്കും. പ്രോഫിറ്റ് എടുക്കുമ്പോൾ ഒരു $10, ഒരു 100% പ്രോഫിറ്റ് എടുക്കാറുള്ളൂ. കാരണം ഇത്തരത്തിലുള്ള കോയിനുകൾ നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിക്കണം. പക്ഷേ ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഫിൽട്രേഷനാണ്. കാരണം നമ്മളിത് എക്സ്ചേഞ്ചുകളിലൊക്കെ ഉള്ള ഒരു കോയിനിലോട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു ബെൻഡർ ബബിളിൽ അങ്ങനെ നമ്മൾ ഫിൽട്ടർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റാങ്ക് 201-300 ഇട്ടിട്ടുണ്ട്, വീക്കിലി ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫിൽട്രേഷൻ്റെ ഞാൻ യൂസ് ചെയ്യാറുള്ളത് കോമൺ ആയിട്ട്. അപ്പോൾ ഇതിൽ ഞാൻ കുറേ കോയിൻസുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു 100% മീതെ കയറി നിൽക്കുന്ന ആ ഒരു ബബിൾ സൈസുള്ള കോയിനുകൾ മാത്രം നിങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇത് കുറേ എല്ലാം ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാണ്. അപ്പോൾ ഞാൻ ഇതിൽ കണ്ടപ്പോൾ കുറച്ചുകൂടിയും അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുള്ള കുറച്ച് മിമി കോയിനുകളുടെ കാര്യമാണ് പറയുന്നത്. ഫ്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോയിൻ നല്ല രീതിയിൽ 4276% കയറിപ്പോയിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം അത്രയധികം കയറിയതാണ്. അപ്പോൾ ഞാൻ പിന്നെ അത് നോക്കിയില്ല ആദ്യമേ തന്നെ. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോ കോയിൻസ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഓരോ ടാബ് ഇട്ട് വെച്ചിട്ടൊക്കെ ഇതുണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്ക് ഈ ഒരു കോയിൻ ഹിപ്പോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോയിൻ, ഈ ഒരു കോയിനാണ് 190% കയറി നിൽക്കുന്ന ഒരു കോയിനാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. 192 ഇപ്പോഴത്തെ അതിൻ്റെ കറൻറ്റ് മാർക്കറ്റ് ക്യാപ്പ്. 240 വരെ കയറി നിന്നിട്ടുണ്ട്, കയറിയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു കോയിനാണ്. അപ്പോൾ നമ്മുടെ 300-500 മില്യണോട്ടൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ നമുക്കൊരു 100%, ഒരു 50% കിട്ടുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇതൊരു റിസ്ക് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സർക്കുലേറ്റിംഗ് സപ്ലൈ 10 ബില്യൺ ആണ് ടോക്കൺ. അപ്പോൾ ടോട്ടൽ മാക്സിമം സപ്ലൈ ഫിക്സഡ് ആണ്, അത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ സർക്കുലേറ്റിംഗ് സപ്ലൈ ഇത്ര തന്നെ സർക്കുലേറ്റിംഗിൽ പോയിട്ടുണ്ടെന്ന് ഇതിൽ നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ മാർക്കറ്റ് ക്യാപ്പും സർക്കുലേറ്റിംഗ് സപ്ലൈ ഇത്തരം കാര്യങ്ങൾ നമ്മളിവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവരുടെ ട്വിറ്റർ നോക്കണം. ട്വിറ്ററിൽ ഏകദേശം 1,66,000 ഫോളോവേഴ്സ് ഉണ്ട്. പിന്നെ പോസ്റ്റും കാര്യങ്ങളൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും കാണുന്നില്ല. 2 മണിക്കൂർ കൂടുമ്പോൾ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇവർ ആക്റ്റീവായിട്ട് ഇവിടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെക്സിൽ ഇവരുടെ കോൺടാക്ട് അഡ്രസ്സ് ഞാൻ വെച്ചിട്ട് ഇവിടെ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു ലെവലിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഇത് വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നി. ഒരു 100%, 50% പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ഞാൻ പറയുന്നുണ്ട്. ഇതിൽ എവിടേക്കാൻ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം 60% ഉണ്ട്. അപ്പോൾ ഒരു 100% അല്ലെങ്കിൽ 50% പ്രോഫിറ്റ് കിട്ടാനുള്ള ഒരു ചാൻസ് ഇതിൽ ഞാൻ കണ്ടു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ടാബുകളൊക്കെ ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഞാനിത് നോക്കിയ കോയിൻ ഫാർട്ട് കോയിൻ എന്ന് പറഞ്ഞൊരു കോയിൻ കണ്ടിട്ടുണ്ട്. കോമഡി പേരുകളാണ്. അപ്പോൾ ഫാർട്ട് കോയിൻ ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയിട്ടുണ്ട്. 211 മില്യൺ മാർക്കറ്റ് ക്യാപ്പാണ്. അപ്പോൾ ഫാർട്ട് കോയിൻ്റെ വെരിഫിക്കേഷൻ ബാഡ്ജ് കഴിഞ്ഞ 7000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പിന്നെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അവർ ബിറ്റ്ഗെറ്റിൽ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഈ ഫാർട്ട് കോയിൻ നമുക്ക് മാർക്കറ്റ് ക്യാപ്പ് നോക്കി നോക്കാം. മാർക്കറ്റ് ക്യാപ്പ് 205, 267 വരെ പോയിട്ടുണ്ട്. അപ്പോൾ അത്ര അധികം പോയിട്ടില്ല. അതായത് മാക്സിമം 267. അപ്പോൾ 500, 1 ബില്യണോട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ 500ഒക്കെയാണ് നമുക്ക് ആവറേജ് ഇത്തരം കോയിനുകൾ പോകുന്നത് എന്നുള്ളൊരു നിഗമനത്തിലാണ് ഞാൻ 100% അല്ലെങ്കിൽ 50% പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ 1 ബില്യൺ സപ്ലൈ ഉണ്ട്. അപ്പോൾ മാക്സിമം സപ്ലൈയും ടോട്ടൽ സപ്ലൈയും ഈക്വൽ ആണ്. പിന്നെ സർക്കുലേറ്റിംഗ് അത്ര തന്നെ സർക്കുലേറ്റിംഗിൽ വന്നില്ല. അപ്പോൾ എല്ലാം കൊണ്ട് ആ ഒരു കാര്യത്തിൽ സേഫ് ഒക്കെ തന്നെയാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാർട്ട് കോയിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ലൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോയിനാണ്. 309% കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊഫൈൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 213 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ട്വിറ്റർ നോക്കിയപ്പോൾ സസ്പെൻഡ് ആണ്. കണ്ടില്ലേ ട്വിറ്റർ? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ട്വിറ്റർ സസ്പെൻഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ നോക്കി നോക്കുക. സർക്കുലേറ്റിംഗ് സപ്ലൈ ഒക്കെ കാര്യങ്ങൾ നോക്കുമ്പോൾ 1 ബില്യൺ ആണ് ടോട്ടൽ മാക്സിമം സപ്ലൈ ഉള്ളത്. അപ്പോൾ അത് ഈക്വൽ ആണ്. 1 ബില്യൺ തന്നെ സർക്കുലേറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓക്കെയാണ്. പക്ഷേ ട്വിറ്റർ നമ്മുടെ സസ്പെൻഡ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ഡ് ആയിട്ട് ഓരോ കോയിനുകൾ നോക്കുമ്പോഴുള്ള പ്രശ്നം കണ്ടില്ലേ. അപ്പോൾ ട്വിറ്റർ സസ്പെൻഡ് ആയി എന്നുള്ളത് ഒരു ബാഡ് സൈനാണ് എന്നെ സംബന്ധിച്ചിട്ട്. അപ്പോൾ അതൊരു മോശം കാര്യമാണ്. അപ്പോൾ നമ്മളിതിൽ വിട്ടുപോയ കാര്യം ഏതാണ്? ഇപ്പോൾ നമ്മൾ 2 കോയിൻ പറഞ്ഞു, 6 ഹിപ്പോയും പറഞ്ഞു, ഫാർട്ട് കോയിനും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കോൺടാക്ട് അഡ്രസ്സ് വെച്ചിട്ട് നമ്മൾ ആ റഗ് ചെക്കിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചെക്ക് ചെയ്യാം നമുക്കിനി. അപ്പോൾ ഹിപ്പോൻ്റെ നമ്മുടെ കോൺടാക്ട് അഡ്രസ്സ് ഞാൻ എടുക്കാൻ പോയപ്പോൾ അത് സൂയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു നെറ്റ്വർക്കിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്കാനർ എനിക്ക് തൽക്കാലം കിട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ അത് അത്രത്തോളം എനിക്ക് വെരിഫൈഡ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്ന് പെൻഡിങ് വെക്കുകയാണ്. നമുക്ക് അടുത്ത കോയിൻ ഫാർട്ട് കോയിൻ നമ്മുടെ സൊളാന എക്കോസിസ്റ്റത്തിലുള്ള കോയിൻ തന്നെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കോൺടാക്ട് അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് നമ്മുടെ റഗ് ചെക്കിൽ ജസ്റ്റ് ഞാനിവിടെ റീപ്ലേസ് ചെയ്ത് നോക്കി നോക്കുകയാണ്. ഓക്കെ, റിസ്ക് അനാലിസിസ് വെരി ഗുഡാണ്, കുഴപ്പമൊന്നുമില്ല. മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്മുടെ ലിക്വിഡിറ്റി പൂളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫാർട്ട് കോയിൻ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഓൾ ടൈം ഹൈന്ന് ഇത്രയും കയറിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഈ ഒരു ഫാർട്ട് കോയിൻ ഈ ഒരു ലെവലിലൊക്കെ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ നല്ലൊരു സമയമായിരുന്നു നമുക്ക് മേടിക്കണം. കണ്ടില്ല, ഇവിടെ എത്തുമ്പോഴേക്കും 100% ഉണ്ട്. പക്ഷേ നല്ല ഒത്തിരി കയറിപ്പോയി. എന്നാലും 209 ആണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. നമുക്ക് 500 വരെ
സാധാരണ ഇത്തരം മിമി കോയിനുകൾ പോകും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 100% മീതെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിലെടുത്ത് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഹിപ്പോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോയിൻ ഇതാണ് നമുക്ക് റഗ് ചെക്കിൽ ചെക്ക് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമ്മുടെ ഓരോ ക്രൈറ്റീരിയകളിൽ ഇല്ലാത്ത പെട്ടുപോയതാണിത്. അപ്പോൾ ഇതാണ് നമുക്കിതിൽ അവോയ്ഡ് ആയത്. പിന്നെ നമ്മുടെ ലുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോയിൻ, അപ്പോൾ ഇതിനും ക്രൈറ്റീരിയയിൽ നമുക്ക് ആ ഒരു ട്വിറ്റർ അവോയ്ഡ് ആയി പോയി. അപ്പോൾ പിന്നെ ആകെ പറയാനുള്ളത് നമുക്ക് നമ്മുടെ ഫാട്ട് കോയിൻ ആണ്. അപ്പോൾ ഇത് രാവിലെയാണ് നിങ്ങൾ ശരിക്കും ഇതേ ഒരു സ്റ്റെപ്പ് എല്ലാ ദിവസവും ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഫാട്ട് കോയിൻ നല്ലതായിരുന്നു. നമ്മൾ രാവിലെ അല്ല, ഇതിപ്പോൾ ഡെയിലി ക്യാനിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡെയിലി ഇത് നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊക്കെ ഈ ഒരു പൊസിഷനിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ ആണ്, അടിപൊളിയാണ്, നമുക്ക് നല്ല പ്രോഫിറ്റ് ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതെങ്ങനെ ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് എടുത്ത് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളെന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ബെൻഡർ ബബിളിൽ വന്നിട്ട് ഡെയിലി ചെയ്യേണ്ട ടാസ്കുകൾ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതിലൊക്കെ നോക്കിയതൊക്കെ അവോയ്ഡ് ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ളതിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളും പിന്നെ എന്തുകൊണ്ട് അത് ചൂസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം മറ്റ് കോയിനുകളൊക്കെ ഞാൻ ഇതിൽ കാണിച്ചു തന്നത്. അപ്പോൾ ഫാട്ട് കോയിനാണ് ഇപ്പോൾ ഇതിൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. പക്ഷേ ഇതിൽ ചെറിയൊരു നെഗറ്റീവ് മീൻസ് ഇതിൻ്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഇത്രയും ശതമാനം കയറിപ്പോയിട്ടുണ്ടെന്നുള്ളൊരു ഭാഗം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് നോക്കുമ്പോൾ ബാക്കി എല്ലാ ക്രൈറ്റീരിയകളും മാച്ചാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ 500 മില്യൺ മാർക്കറ്റ് ക്യാപ്പൊക്കെ വരുന്നുണ്ട് എന്നുള്ള മിമി കോയിനുകൾ സാധാരണ ഇത്ര നല്ല കോയിനുകൾ എക്സ്ചേഞ്ചുകളൊക്കെ വന്നിട്ടുള്ള മിമി കോയിനിൽ എത്രയും വരുന്നുണ്ട് എന്നുള്ളത് നോക്കുമ്പോൾ 400-500 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഇനിയും വരാൻ ചാൻസ് ഉണ്ടെന്ന് ഒന്ന് ആലോചിക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഇത് പിന്നെയും കുഴപ്പമില്ല, ബൈ ചെയ്താലും ഒരു 50%, 100% കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു. ലാസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു GTA ഫാൻ നമ്മുടെ കോയിൻ. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ ക്ലോസ് ചെയ്യാം. കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മിനിമം ഒരു $5 മേടിച്ച് വെച്ചാൽ മതി. അപ്പോൾ ആ റിസ്ക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ എടുത്ത് പറഞ്ഞെന്നുള്ളൂ. നമുക്കിത് ഒരു ലോങ് ടൈമിലോട്ട് നോക്കി നോക്കാം. അതായത് GTA ട്രെയിലർ വരിക, GTA ഗെയിമൊക്കെ വരുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ട്വിറ്ററിൽ ആക്റ്റീവായിട്ട് വരുമ്പോൾ ഇത് ഹൈപ്പ് കിട്ടുമെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷനിലാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ലോങ് ടൈമിലോട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എത്രത്തോളം ഇത് സക്സസ് ആവുന്നു. അപ്പോൾ ഇതും ഞാൻ അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ ഒന്നുകൂടി എടുത്ത് പറയണം, ഇതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി എടുത്ത് പറയണം. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളൊരു $5, $10 ആ ഒരു രീതിയിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഗൈസ്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വരും വീഡിയോകളിൽ നമുക്ക് ഇനിയും ഇതിൻ്റെ ട്രിക്സ് ആൻഡ് ടിപ്സ് കാര്യങ്ങൾ, മീം കോയിനുകൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഐഡിയാസുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.